ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളോ ക്യാമ്പിംഗ് ട്രിപ്പാണ്. നമ്മൾ പോകുന്ന ഇന്ന് നമ്മുടെ ബൈക്കിലാണ്. ഞാൻ തന്നെയുള്ളൂ. ഇന്ന് കൂട്ടത്തിലുള്ളവർക്കൊന്നും സൗകര്യമില്ല. നമ്മൾ പിന്നെ ആരെ നോക്കി നിൽക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഉള്ള നേരത്ത് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി നമ്മൾ വിട്ടു പോവുകയാണ്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിൻഡിൻ്റെ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലേക്കാണ്. അത് മെൽബണിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിന് അടുത്തുള്ള മുറിൻഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിക് റിസർവ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനോഹരമായ യാര വാലിയിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ പോക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. വളരെ സീനിക്കായിട്ടുള്ള ഒരു ഏരിയ ആണ് യാര വാലി എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ മുന്തിരിത്തോട്ടങ്ങളുള്ള ഒരു അടിപൊളി ഏരിയ ആണ് യാര വാലി. ഇവിടെ നിരവധി ഫേമസ് ആയിട്ടുള്ള വൈനുകൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇനിയും ഏകദേശം ഒരു 30 മിനിറ്റ് കൂടി യാത്രയുണ്ട് ഇവിടുന്ന്. അതൊക്കെയല്ല നല്ല സുന്ദരമായ ദിവസം. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിൽ തന്നെയാണ് കേട്ടോ. അത്ര ചൂടില്ല, എന്നാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു 28 ഡിഗ്രി ടെമ്പറേച്ചറുണ്ട് ഇന്ന്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറൊക്കെ എൻജോയ് ചെയ്ത് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർപോർട്ടാണ്. ഒരു ചെറിയൊരു എയർപോർട്ട്. നമുക്കൊരു ചെറിയ പ്ലെയിനും കാണാം. ഇതുണ്ടോ, ഇത് യാര ഗ്ലെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിനടുത്തുള്ളൊരു കൊച്ചു എയർപോർട്ടാണ്. ഇവിടുന്ന് ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ പഠിക്കാനും അതുപോലെ തന്നെ പ്രൈവറ്റ് ആൾക്കാരുടെയൊക്കെയുള്ള ഫ്ലൈറ്റുകളാണ് ഇവിടുന്ന് ഉള്ളത്. അപ്പോൾ നമ്മളിത് ഈ ഒരു സുന്ദരമായ ലാൻഡ്സ്കേപ്പിലൂടെ അങ്ങനെ വിട്ടു പോവുകയാണ്. നല്ല മനോഹരമായ റൈഡാണിന്ന്. ഇനിയൊരു കുറച്ച് ദൂരം നമുക്ക് ഗ്രാവൽ റോഡുണ്ട്. ഗ്രാവൽ റോഡിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകുക എന്ന് പറയുന്ന ഒരല്പം റിസ്ക്കിയാണ്. പക്ഷേ നമുക്ക് നേരത്തെ പല പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ ഏകദേശം നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട് എത്തി. ഇതാണ് മറൻഡിൻഡി ക്യാമ്പ് ഗ്രൗണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ മറൻഡിൻഡി ഫോറസ്റ്റ് റിസർവാണിത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു 4-5 ക്യാമ്പ് ഗ്രൗണ്ടുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞു തരാം. മെൽബണിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ദൂരമില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ഫ്ലഷ് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാമ്പ് ഗ്രൗണ്ടാണിത്. ഇവിടെ നിന്നാണ് ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളിലേക്കുള്ള ഒരു റോഡ്. അതിങ്ങനെ വൺ വേ ആണ്. ഇതിലെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഈ പോകുന്ന റോഡിൻ്റെ ഇടത്തും വലത്തുമായിട്ട് നിരവധി ക്യാമ്പ് സൈറ്റുകളുണ്ട്. ഇതെല്ലാം ഒരു ബുഷ് ക്യാമ്പിൻ്റെ ഒരു പ്രതീതിയാണ്. ഇവിടെ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ക്യാമ്പ് സൈറ്റ്, അത് കഴിഞ്ഞ് കുറച്ച് മരങ്ങൾ, അത് കഴിഞ്ഞ് അടുത്ത സൈറ്റ്, അങ്ങനെ. അപ്പോൾ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ബുക്ക് ചെയ്തെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ സ്ഥലം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഉണ്ട്. ഒരു വണ്ടിക്ക് ഇത്ര രൂപ എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഓരോ ക്യാമ്പ് ഗ്രൗണ്ട് നോക്കി നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു ഇവിടെ ടോയ്ലറ്റുണ്ട്. അപ്പോൾ ടോയ്ലറ്റിനൊക്കെ അടുത്ത് ഉള്ള ഒരെണ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ദൂരെ വരെ നടക്കേണ്ട കാര്യമില്ല ടോയ്ലറ്റ് പോകാനൊക്കെ ആയിട്ട്.
അപ്പം ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഒരു വീക്കെൻഡും കൂടിയാണ്. അപ്പം അതും ലോങ് വീക്കെൻഡ്. ഇത് കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ തന്നെ ഒന്ന് പോയാലോ, ഒന്ന് കറങ്ങി കണ്ട് കേട്ട് തിരിച്ചു വരാം. ഇവിടെ ബസ്സിലൊക്കെ ബസ്സല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരവാനാണ് കേട്ടോ. അതിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരിങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ടെൻറ്റുകൾ, ആളുകൾ ഇങ്ങനെ ഗസീബോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് സ്വറ പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ക്യാമ്പ് സൈറ്റിലേക്ക് തന്നെ നമുക്ക് വരാം. എന്നിട്ട് നമുക്കിവിടെ ഇന്നൊരു ടെൻറ്റൊക്കെ അടിച്ച് സെറ്റായേക്കാം. ഗൈസ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. വന്നപ്പോഴേ പണ്ടാരം ഈ നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഊരിയിട്ട് നമുക്ക് പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. നമ്മുടെ ഈ ജാക്കറ്റും കാര്യങ്ങളും ഗിയറെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ ഡ്രസ്സ് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല കൂളാവും. അങ്ങനെ നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ വന്നു. ഒരു ചെറിയൊരിത്, ഇവിടെ ഒരു അടിപൊളി ഒരു റിവറുണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇത് കേട്ടോ, സൂപ്പർ റിവറുണ്ട് ഇവിടെ. നല്ലൊരു കാട്ടരുവി. ആഹാ, കുളിക്കാൻ അടിപൊളി കേട്ടോ. ഞാൻ പക്ഷെ കുളിക്കാനുള്ള സംവിധാനമൊന്നും ആയിട്ടല്ല വന്നത് കേട്ടോ. നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ ടെൻ്റ് അടിച്ചേക്കാന്ന് പറഞ്ഞത്. ഇവിടെ വലിയ കുഴപ്പമില്ല, നല്ല ഫ്ലാറ്റായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇതോ ഈ ഒരു ഏരിയ. അപ്പം അത്യാവശ്യം തണലും ഉണ്ട്. ഇതിപ്പോൾ ഈ വെയിൽ കുറേ നേരം നിൽക്കും. ഇപ്പോൾ 3 മണിയായുള്ളൂ. അതൊക്കെയാലും നമുക്ക് ഒരാൾക്ക് കിടക്കാനായിട്ട് അത് ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലാറ്റായിട്ടുള്ളൊരു ഏരിയയാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ നിരത്തി വെച്ചു. ഇനി ഓരോന്നോരോന്നായിട്ട് സംഗതി പരിപാടി തുടങ്ങണം. അതൊക്കെ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് ധൃതി എടുക്കേണ്ട കാര്യമില്ല.
ഗൈസ് ഇതുണ്ടല്ലോ, ഇത് നിയോ വാനെക്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതാണ് എയർ കംപ്രസറാണ്. അപ്പോൾ നമുക്ക് ഈ ഇതുപോലെയുള്ള എയർ മാട്രസൊക്കെ ഈ കാറ്റ് നിറയ്ക്കാനായിട്ട് പറ്റിയ സാധനം കേട്ടോ. ഇതിന് പല ഇത് കണ്ടോ, ഇത്രയും കണക്റ്റേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ പല വലിപ്പത്തിലുള്ള ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നിറയ്ക്കാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബെഡ് നിറയ്ക്കാൻ പോവുക. അപ്പോൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ വളരെ ഹാൻഡി ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഈസിയാണ്. പിന്നെ ഇതിനൊരു ലൈറ്റും കൂടിയുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിക്ക് ലൈറ്റും കൂടി ഉണ്ട്. രണ്ടും ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല, $10-30 ആകത്തുള്ളൂ. ഗൈസ് ഇതങ്ങനെയുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു പന്തലും അങ്ങ് കിട്ടി. ഇനിയിപ്പോൾ വല്ല മഴ പെയ്യത്തില്ല, എന്നാൽ പോലും നമുക്കൊരു മറയുണ്ട്. മഴ എങ്ങാനും പെയ്താലും നമ്മൾ സേഫാണ്. ടെൻറ്റിലേക്ക് വെള്ളം അടിക്കത്തില്ല. താൽക്കാലിക പരിപാടികളാണ്, അന്നേരം എളിയ ബുദ്ധി തോന്നുന്ന ഓരോരോ പരിപാടികളാണ്. അപ്പോൾ അത് അങ്ങ് സെറ്റായി. ഇതിവിടെ ഇങ്ങനെ ഒരു ടേബിൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ടേബിളിൽ നിന്ന് ഇപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ആ സൈഡ് ഞാൻ ബൈക്കിലേക്ക് അങ്ങ് കിട്ടി. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. അല്ല, നമ്മുടെ ഇന്നത്തെ ഭവനം റെഡിയായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ഇതുണ്ടോ, ഇതുപോലെ ഓരോരോ ക്യാമ്പ് സൈറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പല റേറ്റ് ഉണ്ട്. നമുക്ക് ക്യാരവാൻ ഇത്ര അങ്ങനെ പല റേറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു ഞാൻ ബൈക്കിന് വന്നതുകൊണ്ട് $3 എനിക്ക് ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ ചാർജ്. അത് ഞാൻ പേ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ക്യാമ്പ് ഗ്രൗണ്ടാണ്. പക്ഷെ നല്ല രസമാണ്. ഇത് അതുപോലെ ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷം, ഇഷ്ടംപോലെ കിളികളൊക്കെ ചിലയ്ക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് നടന്നു നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നുള്ളത്. അതെ, ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. നോക്കട്ടെ, ഇത് ഡ്രോപ്പിൻ ടോയ്ലറ്റാണെന്ന് തോന്നുന്നു. ഇത് ഫ്ലഷ് ടോയ്ലറ്റാണ്. അത് ഡ്രോപ്പിൻ ടോയ്ലറ്റാണ്. കുഴപ്പമില്ല. ഇതിപ്പം മെൽബണിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. മെൽബണിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ജേർണി ഉള്ളൂ. നമ്മുടെ അതൊക്കെ ഒരു ക്യാമ്പ് ഗ്രൗണ്ട്. അതെ, അത് കേട്ടോ, അവിടെ ആരുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടേ ഇപ്രാവശ്യം ഇഷ്ടംപോലെ ക്യാമ്പേഴ്സ് ഉണ്ട്. അത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായുള്ളൂ. ശനി ഞായർ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആൾ വരും. അതാണ് ആണോ. കേസപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ, ബ്ലാക്ക് വുഡ് സസ്പെൻഷൻ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വോക്കുണ്ട് കേട്ടോ. ഇതുണ്ടോ, മുറിൻഡിൻഡി അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. മുറിൻഡിൻഡി ഫോറസ്റ്റ് എന്നാണ് ഇതിൻ്റെ, സീനിക് റിസർവ് അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് വുഡ് ക്യാമ്പ്. പിന്നെ കസീനിയ ക്യാമ്പ് എന്നും പറഞ്ഞുകൊണ്ട് വേറൊരെണ്ണമുണ്ട്.
SES പിക്നിക് ഏരിയ ക്യാമ്പ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഈ ഒരു വഴിയിൽ കുറേ ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട്. ഈ ഇതുണ്ടോ, ഫേം ക്യാമ്പ്, വാട്ടർ ഗേജ് ക്യാമ്പ്, അങ്ങനെ ഇഷ്ടംപോലെ ക്യാമ്പ് ഗ്രൗണ്ടുകളുണ്ട്. അങ്ങനെയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരാനാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് മറണ്ടിൻ്റെ സീനിക് റിസർവ് എന്ന് അടിച്ചാൽ മതി. ഉണ്ടോ, ടൂളാങ്കി സ്റ്റേറ്റ് ഫോറസ്റ്റ് അവിടെയാണിത്. ആൻഡ് ദ മറണ്ടിൻ്റെ സീനിക് റിസർവ് ഹാസ് റിക്കവേർഡ് ബ്യൂട്ടിഫുൾ എസിൻസ് ഇമ്പാക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിവറുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ആ ബ്രിഡ്ജിലേക്ക് ഒന്ന് കയറി നോക്കാം. അതെ, ഇതാണ്. അതെ, ഇതുണ്ടോ, ചെറിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല തണലാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഇതിൽ പോയി കഴിയുന്ന ഇഷ്ടംപോലെ വാക്കിങ്ങിനുള്ള സംവിധാനമുണ്ട്. ഇത് നമ്മൾ മുമ്പേ ഞാൻ കാണിച്ച റിവറാണ്. ആഹാ, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഇത് കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ 2 ട്രാക്കാണ് ഉള്ളത്. ഒന്ന് മിൽ ട്രാക്ക് ലൂപ്പ്, റിട്ടേൺ 10 കിലോമീറ്റർ ഉണ്ട്, 3 to 4 hours. സ്റ്റീപ്പ് സെക്ഷൻസ്, വെൽ ഫോംഡ് ട്രാക്ക്. അതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ 24 കിലോമീറ്റർ, 7 to 8 കിലോമീറ്റർ, 7 to 8 hours. ഫ്യൂ സ്റ്റീപ്പ് സെക്ഷൻസ്, ഫോംഡ് ട്രാക്ക്, മുറിൻഡിൻ്റെ റിവർ വോക്ക്. ഇതുണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ നല്ല നടക്കാനൊക്കെ, ഹൈക്കിങ്ങിന് ഇഷ്ടമുള്ളവർക്ക് ചുമ്മാ നടക്കാൻ പറ്റിയ അടിപൊളി ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ഇവിടുന്നാണ് ഈ നടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെയാണ്. നമുക്കൊരു കുറച്ച് ഇങ്ങനെ ചുമ്മാ ഒന്ന് നടന്നു നോക്കുക. ഈ കാട്ടിനകത്തൂടി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുണ്ടോ, പാമ്പൊക്കെ കാണും, സൂക്ഷിച്ച് വേണം നടക്കാൻ. എന്തെന്നുണ്ടെങ്കിൽ പാമ്പ് കാണും. എപ്പോഴും നിലത്ത് നോക്കി. ഇഷ്ടം പോലെ പാമ്പുള്ള ഏരിയ. ഒന്നാമത് ഇവിടെ ഈ വാട്ടർ ബോഡിയും കൂടി ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പാമ്പുണ്ട്. ഇത് അടിപൊളി. അതെ, ഇതൊരു 2-3 ദിവസം ഇങ്ങനെ വന്ന് ക്യാമ്പ് ചെയ്ത് നടക്കാനൊക്കെ പോയി. നല്ല രസമല്ലേ, പിക്നിക്കിന് പറ്റിയ ക്യാമ്പിങ് ഏരിയയാണ്. ഇതിൽ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ ട്രാക്കൊക്കെ നല്ലതായിട്ട് തെളിച്ചായിട്ടേക്കുന്നത്. ഇത് അടിപൊളി. നമുക്ക് ഇവിടം വരെ പോയിട്ട് നമുക്ക് ഞാൻ തിരിച്ചു പോയേക്കാം. നമ്മുടെ നാട്ടിലെ മഞ്ചാടിക്കുരു പോലെ എന്നാ കളറാന്ന് നോക്കിയാൽ എൻ്റെ, നല്ല മഞ്ചാടിക്കുരു പോലെ ഇരിക്കുന്നു. നല്ല വിഷക്കായൊക്കെ ആയിരിക്കും. നമുക്ക് പോയിട്ട് പയ്യെ ഇച്ചിരി ഡിന്നറിനുള്ള സമയമൊന്നും ആയില്ല, 4:30 ആയുള്ളൂ. ടൗലൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ കേട്ടോ. ഇതുപോലെ ചൂടുള്ള ദിവസം കുളിക്കാനായിട്ട് റിവറിനകത്ത് കുളിച്ച് നല്ലൊരു അടിപൊളി ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഫ്ലഷുള്ള ടോയ്ലറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ പോലെ കുഴി ടോയ്ലറ്റല്ല. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡേ വിസിറ്റ് ഏരിയയാണ്. ഇവിടെ അങ്ങനെ ക്യാമ്പിംഗ് ഒന്നുമില്ല. ക്യാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അങ്ങോട്ടങ്ങ് പോകണം. അതുകൊണ്ടോ ആ കാറൊക്കെ പോകുന്നുണ്ടോ അതിൽ, അതിങ്ങനെ ഒരു വഴിയാണ്. അതിങ്ങനെ കുറേ അങ്ങോട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാനും ഇന്നിപ്പോൾ ക്യാമ്പ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലഷ് ടോയ്ലറ്റ് ഉണ്ടെന്ന് പറയാനായിട്ട് കാണിച്ചതാണ്. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇപ്പോൾ ഈ ഡിന്നറൊക്കെ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെയാണത്. ഇത് കണ്ടോ, ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ, മോട്ടോർ സൈക്കിൾ $3. അത് ഞാൻ കൊടുത്തിട്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലേ. കാറിന് 7 രൂപ, സ്മോൾ ബസ്സാണെങ്കിൽ 20 രൂപ, ലാർജ് ബസ് 35,
പിന്നെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്യാമ്പിംഗ് വിത്തൗട്ട് എ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ 144 രൂപ ഫൈൻ കൊടുക്കണം. അത് കാരണം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇതിൻ്റെ പെർമിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ വരാവുള്ളൂ. ഇവിടെ വന്നിട്ടാണെങ്കിലും ബുക്ക് ചെയ്യും. ഇവിടെ ടെൽസ്ട്രയ്ക്ക് കവറേജ് ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള ഇതിനൊന്നും കവറേജ് ഇല്ല, നെറ്റ്വർക്കിനൊന്നും. അതുപോലെ തന്നെ ഹാവ് എ ഡോഗ് ഇൻ ദ ക്യാമ്പ് റിസർവ് 280. അപ്പോൾ ഡോഗ് ഫ്രണ്ട്ലി അല്ല. അങ്ങനെയുള്ള ഫൈനുകളാണ് ഇത് ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ മുതൽ ഇങ്ങനെ ക്യാമ്പിങ് അങ്ങ് തുടങ്ങും. ഇതിലെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ ഇവിടെ സൈറ്റുകളുണ്ട്. ഇത് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ബുക്ക് ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് പൈസ ഇവിടെ ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ വരികയും കൂടി ചെയ്യണം, അങ്ങനെയാണ് അതിൻ്റെ റൂള്. കേസ് അങ്ങനെ നമ്മുടെ ബൈക്കും ടെൻറ്റും ഒക്കെ വെച്ചോട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട് നമ്മുടെ സെറ്റപ്പ്. ഇതൊക്കെയാണ് ഒരു സന്തോഷം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാം അല്ലേ? ഓക്കെ. ഇത് കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. കോസ്കോയിൽ നിന്ന് മേടിച്ച നാനും ബീഫിൻ്റെ സോസേജ് അടിപൊളിയാണ്, നല്ല നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഡിന്നർ ഇതാണ്. ഇപ്പം നാളത്തേക്ക് നൂഡിൽസ് ഉണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നൂഡിൽസ് ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. മിക്കവാറും ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഈ ടൈപ്പൊക്കെ സോസേജും ഇതുപോലെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം ചൂടാക്കി കഴിക്കാൻ എളുപ്പമാണ്. ഇത് നല്ല നാനാണ് കേട്ടോ. കോസ്കോയിൽ ഇരിപ്പുണ്ട്. ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നേ ഉള്ളൂ. ഒരു 1 വീക്കൊക്കെ ഇരുന്നോളും. നല്ല നാണ്. അത്യാവശ്യം ഈച്ചയുണ്ട്. അത്
ഇതിനകത്തുള്ള കേട്ടോ. ക്യാമ്പിങ്ങിന് വരുമ്പോൾ അത്യാവശ്യം ഈച്ചയൊക്കെ കാണും. ഇവിടെ പിന്നെ അതെ ഒരു ഫയർ പിറ്റ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫയർ പിറ്റുമായിട്ടാണ് വന്നത്. പക്ഷേ നമുക്കിവിടെ ഇന്നിപ്പോൾ വൈകുന്നേരം ചെറിയൊരു ഫയർ വുഡൊക്കെ ഇട്ട് കത്തിച്ച് നമുക്ക് ആഘോഷമാക്കിയേക്കാം. ചെറിയൊരു തണുപ്പായി. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ഫയർ വുഡ് കത്തിച്ചേക്കാം. അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഉറക്കമായിരുന്നു. ഇടയ്ക്കൊന്ന് എണീറ്റു, കാപ്പി ഇട്ടു, ക്യാമ്പ് ഫയർ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കണം. എന്നിട്ട് പയ്യെ വൈൻഡപ്പ് ചെയ്യണം. രാവിലെ നമുക്ക് ഒരു മുട്ട പൊരിച്ചിട്ട് നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസും മുട്ടയും കൂടി തട്ടാം. ഓക്കെ. ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്ക് വല്ല പാമ്പ് കൊണ്ടുവന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. ചിലപ്പോൾ ഈ ഷൂസിനകത്തൊക്കെ പാമ്പ് കയറിയിരിക്കും. ഗുണം എന്ന് പറഞ്ഞാൽ അധികം വലിച്ച് കെട്ടുകയും പിടിക്കുകയൊന്നും വേണ്ട. 4 പെഗുണ്ടെങ്കിൽ പരിപാടി തീർക്കും. വെരി ഈസി. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും യാരാ വാലി ആ ഒരു ഏരിയയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. അങ്ങ് കാണുന്നതൊക്കെ നമ്മുടെ മുന്തിരിത്തോട്ടങ്ങളാണ്. മുന്തിരിത്തോട്ടങ്ങളുടെ ഇടവഴി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കുതിച്ചു പാഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നോടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.